കാരണം ഞങ്ങളുടെ ഹിന്ദു സമൂഹത്തില് എപ്പോഴും അതിലുണ്ടാകുന്ന അനാചാരങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്തുകൊണ്ടിരുന്നത് ഹിന്ദു സമൂഹത്തിലെ തന്നെ വനിതകളായിരുന്നു. അത് ഇപ്പോഴാണെങ്കിലും നിങ്ങൾ കണ്ടാൽ അറിയാം, റോമില താക്കൂർ ആയിരിക്കാം, സെന്റ് തമിഴ് സൗന്ദരരാജനായിരിക്കാം, അരുന്ധതി ഘോഷ് ആയിരിക്കാം, അങ്ങനെ എത്ര പേരുടെ പേര് വേണമെങ്കിലും പറയാൻ പറ്റും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇത്രയ്ക്ക് മാത്രം അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീ സമൂഹമുള്ള ഒരു മതത്തില് ഒരു വൺ ഓഫ് ജാമിത ടീച്ചറിനെ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവരിൽ നിന്ന് തന്നെ ഈ അടിച്ചമർത്തലിന്, ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലിന് എന്തുകൊണ്ട് ഇതിന്ന് ഒരു റിവോൾട്ട് ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഇപ്പൊ ജാമിത ടീച്ചർ പറഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് അവിടെ ഈ ഭയപ്പെടുത്തിയാണ് ഇവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നന്ദി. അതായത് പ്രഭ എന്ന് പറയും. ഇസ്ലാമില് ഒന്ന് പ്രലോഭനമാണ്, രണ്ട് ഭീഷണിയാണ്. ഇത് രണ്ടുമില്ലെങ്കിൽ രക്ഷയില്ല. തന്നെയുമല്ല, ഇപ്പോൾ ഒരു ഭർത്താവ് അയാൾ തീരുമാനിക്കും ഈ പെണ്ണ് എന്ത് വസ്ത്രം ധരിക്കണം, ആർക്ക് വോട്ട് ചെയ്യണം, എന്ത് പഠിക്കണം, ജോലിക്ക് പോണോ വേണ്ടേ. അതായത് ഇസ്ലാമിൽ അങ്ങനെയൊക്കെ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ എൻ്റെ വാപ്പച്ചി മരണാസന്നനായിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സമ്മതം ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നാണ് ശരീഅത്ത് നിയമം പഠിപ്പിക്കുന്നത്. 5 കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിക്കാം. അതിലൊന്ന് ഭർത്താവിൻ്റെ അനുമതി ഇല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണിനെയാണ്. ബാക്കി 4 കേട്ടാൽ അതിലേറെ രസകരമാണ്. രണ്ടാമത്തത്, ഇയാൾക്ക് എപ്പോ ഇവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് തോന്നുന്നു അന്നേരം തുണി ഉരിഞ്ഞോണം. അതാണ് ഒരുത്തം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ. അതായത് ഒരു സ്ത്രീ ഗർഭപ്പലകയില്, പ്രസവപ്പലകയില് പൂർണ്ണ ഗർഭിണിയായിട്ട് പ്രസവിക്കാൻ നിൽക്കുമ്പോൾ പോലും ഭർത്താവിന് വഴങ്ങി കൊടുക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന്. അതാണ് ഇസ്ലാം. മൂന്നാമത്തതായിട്ട് ഉടനെ തന്നെ അവൾ കുളിക്കുകയും ചെയ്തോണം കേട്ടോ, അല്ലെങ്കിലും അടിക്കണം. ഇനിയും നാലാമത്, ഇയാൾക്ക് എപ്പോൾ ഇവരുടെ സൗന്ദര്യം കാണണമെന്ന് തോന്നുന്നു അന്നേരം ഓക്കെ ആയിക്കോണം. ഇവർ സൗന്ദര്യം അയാളെ പ്രദർശിപ്പിക്കണം. ഇയാൾക്ക് എവിടത്തെ സൗന്ദര്യമാണോ കാണേണ്ടത്. അപ്പോൾ ഇപ്പൊ അരി പഠിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് ഓടി വന്നിട്ട് തുണി ഉരിഞ്ഞ് കാണിച്ചു കൊടുത്തോണം. ഇതാണ്. ഇനിയും അടുത്തതായിട്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാം. ഇപ്പം അതൊക്കെ പോട്ടെ, സ്ത്രീകളെ അടിച്ചമർത്തുന്നു പ്രലോഭനവും ഭയത്തിലൂടെയും. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഈ ആഗോള ഇസ്ലാം മത തീവ്രവാദത്തെയും ഭീകരതയെയും മുസ്ലിങ്ങൾ ലളിതമായിട്ട് സാമാന്യവൽക്കരിച്ച് സംസാരിക്കുന്നു? അവരതിനെ എതിർക്കുന്നില്ല. ഇപ്പം കണ്ണന്റെ ചിത്രം, മന്തി, എന്താ കണ്ണന് മന്തി തിന്നാലേ എന്നാ ചോദിച്ചത്, കണ്ണന് വേശ്യാവൃത്തിയാകാമോ, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതേപോലും മുഹമ്മദ് നബിക്ക് എന്താ പന്നിയിറച്ചി തിന്നാല് എന്ന് ആരെങ്കിലും ചോദിക്കുവോ? ഇപ്പോ ആ പന്നിയിറച്ചി വെച്ചവനെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തില്ലേ പോലീസ്, അതിന് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. അതേപോലും 3 ജില്ലകളിൽ 9ഓളം പോസ്റ്റുകള്, 3ഓളം ഹോട്ടലുകൾ, ഇവര് സംഘടിതമായിട്ടാണ് ഈ രൂപത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര കേസുകൾ വന്നു, എത്ര പേര് അതിനെതിരെ ശബ്ദമുയർത്തി. ഇപ്പോ ഹിന്ദുക്കളിൽപ്പെട്ട ആളുകൾ തന്നെ, ഇപ്പൊ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ ഇതിനെ ബാലൻസ് ചെയ്ത് സംസാരിച്ച് നമ്മൾ കണ്ടില്ലേ. കാനഡ അമ്മായിയൊക്കെ എന്ത് പറയും. ഇപ്പൊ കേരള സ്റ്റോറി 2 വന്നപ്പോൾ എന്താ പെണ്ണിന്റെ പേര്, ലക്ഷ്മി മേനോനോ, ആ പെണ്ണ് എന്താ പറഞ്ഞ, നിർബന്ധിച്ചിട്ട് ബീഫ് കഴിപ്പിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേന്നാ പറഞ്ഞത്. ആ ഷിയാസ് കരീം അനുവിനോട് നിർബന്ധിച്ചിട്ട് ബീഫ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? അതായത് ഇസ്ലാം മത തീവ്രവാദത്തെ മുസ്ലിങ്ങൾ എതിർക്കാത്തതുപോലെ തന്നെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന അനീതിയോട് ഇവരുടെ മത തീവ്രവാദത്തെ എതിർക്കാൻ ഒരു വിഭാഗം നവോത്ഥാന നായകന്മാരാണ് എന്ന് സോഷ്യൽ മീഡിയ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും തയ്യാറാകുന്നില്ല. കാരണം അവരുടെ മതേതര മുഖച്ഛായ മാറിപ്പോകും. മുസ്ലിങ്ങൾ ഈ തീവ്രവാദത്തെ എതിർക്കത്തില്ല. കാരണം എന്താ, അത് രാഷ്ട്രീയപരമായിട്ട് ചർച്ചകള്, മതപരമായ വിഷയങ്ങള്, അത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മളൊരു മതേതരനായിട്ടൊക്കെ ഇങ്ങനെ നിലനിൽക്കണ്ടേ. ലോകമെമ്പാടുമുള്ള ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും സംഘടനകളും ഭീകരവാദത്തെ തള്ളിപ്പറയാറുണ്ടോ? ഇല്ല. ഇവരെന്ത് പറയും? ഭീകരവാദത്തിന് മതമില്ലെന്നാ പറയാ. തീവ്രവാദത്തിനും മതമുണ്ട്, ഭീകരവാദത്തിനും മതമുണ്ട്. ഇവര് മതപരമായിട്ട് ചില ഫത്വകള്, മതപരമായിട്ടുള്ള മതവിധികൾ ഇവര് പുറപ്പെടുവിക്കും. എന്താ, മതം വിട്ടവനെ കൊല്ലണം, അത് തെറ്റാണോ? അതൊരു ഭരണാധികാരി നടപ്പിലാക്കണ്ടേ? അത് അത്ര വലിയ തെറ്റുള്ള കാര്യമാണോ? മതത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അവനെ കൊല്ലണം,
അത് അത്ര വലിയ മോശമായ കാര്യമൊന്നുമല്ല. ചെറിയ കുട്ടികളെ, എത്ര വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്? 13ഉം 12ഉം വയസ്സുള്ള കുട്ടികളെ മത ആചാര്യന്മാര് മദ്രസകളിൽ പഠിപ്പിക്കുക. മതം വിട്ടവനെ കൊല്ലണം, നിങ്ങൾ അവരെ മതം മാറ്റണം. എം അക്ബറിന്റെ പീസ് സ്കൂളില് 8 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്താ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹപാഠിയെ മതം മാറ്റണം, അതിന് സ്വീകരിക്കേണ്ടുന്ന നയങ്ങൾ എന്തൊക്കെയാ? 1, പേര് മാറ്റണം, മുസ്ലിം പേര് സ്വീകരിക്കണം. 2, സത്യസാക്ഷ്യ വാക്യം സ്വീകരിക്കണം, ഷഹാദ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹതയില്ല, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കണം. 3, കഴുത്തിൽ കൊന്തയോ നൂലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് അഴിച്ചു വെച്ചേക്കണം. 4, ഹലാൽ ഫുഡ് കഴിക്കണം. പിന്നെ അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം എന്നൊക്കെയാ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ തീവ്രവാദ സംഘടനകളെയും ആഗോള മതഭീകരതയെയും എതിർക്കാൻ അധികം ആളുകൾക്കും ഭയമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ ഭയമാണ്, SDP ഭയക്കാൻ, അതിനെ എതിർക്കാൻ ഭയമാണ്, മുസ്ലിം ലീഗിന്റെ ഇത്തരം നെറികേടുകളെ എതിർക്കാൻ ഭയമാണ്. അപ്പൊ ഐസിസ് പോലെയുള്ള സംഘടനകളുടെ, താലിബാൻ പോലെയുള്ള സംഘടനകളുടെ അതേ ആശയം, അതേ മൂല്യങ്ങൾ ഈ കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ കൃത്യമായിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുക. ഒരു നഫീസ് ഉമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ 3 മക്കളെ കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടു. ആ ചെറിയ പെങ്കൊച്ചിന് 3 പെമ്മക്കളാ. 3ാമത്തെ കൊച്ചിന് ചെറിയ 3-4 മാസം അങ്ങാണ്ട് പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് മരിച്ചത്. ഇവര് വീട്ടുപണി ചെയ്ത്, ഇവര് പാറമടയിൽ മെറ്റിലടിച്ച്, ഇവർ ഒരുപാട് പണിയൊക്കെ ചെയ്തിട്ട് ഈ പിള്ളേരെ വളർത്തി വലുതാക്കി. ഈ പിള്ളേരെ വളർത്തി വലുതാക്കിയപ്പോഴത്തേക്കിന് ഈ പിള്ളേർക്കൊരു ദയ തോന്നി, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളുടെ ഉമ്മയുടെ ജീവിതം പോയത്, അവരുടെ കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഉരുകി തീർത്തതാണല്ലോ, അതുകൊണ്ട് ആ പിള്ളേരിൽ ഒരു കൊച്ച് ഇവരെ ടിക്കറ്റ് എടുത്തിട്ട് കാശ്മീരിൽ കൊണ്ടുപോയിട്ട് ഒന്ന് മഞ്ഞൊക്കെ വാരിയിട്ട് അവരൊന്ന് സന്തോഷിക്കട്ടെ, പുറത്തൊരു ലോകമുണ്ടെന്ന് ഇവരൊന്ന് അറിയട്ടെ എന്ന്. അപ്പൊ എന്നിട്ട് അവരൊരു റീൽ എടുത്തിട്ട്, റുക്കിയ മോളെ, നബീസ, ഇങ്ങനെ ഒരു ലോകമുണ്ട് മോളെ, ഇങ്ങനെയുണ്ട് മോളെ, ലോകത്ത് നടക്കുന്നതൊക്കെ നമ്മളൊന്ന് കാണണം മോളെ എന്ന് അവരൊരു റീൽ എടുത്തുപോയി. അപ്പോഴേ ഉസ്താദുമാർക്ക് അങ്ങോട്ട് കൊണ്ടിളകി. ഉടനെ ഒരു തൊപ്പിക്കാരൻ വന്നു, ഭർത്താവ് മരിച്ചു വല്ലുമ്മ മണാലിയിൽ പോയി മഞ്ഞുവാരിയിട്ട് റീലെടുക്കുന്നു, വീടിന്റെ മുക്കിലും മൂലയിലും പോയിട്ട് ദിക്റും സലാത്തും ചൊല്ലി ഇരിക്കേണ്ടതിന് പകരം അവര് പട്ടിണി കിടന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ടീം ഇപ്പൊ അവര് രക്ഷപ്പെട്ട് കഴിഞ്ഞവര് മണാലിയിൽ പോയി. ഒരു കൊച്ച് നന്നായിട്ട് പഠിച്ച് വേദിയിലേക്ക് കയറിയപ്പോ തന്നെ ഇവര് പറഞ്ഞത് കേട്ടില്ലേ, സമസ്തയുടെ നിയമം നിനക്കറിയില്ലേ, മുസ്ലിം കുട്ടികളെ, പെൺകുട്ടികളെ വേദിയിലേക്ക് വിളിക്കാൻ പാടുണ്ടോ? അപ്പോഴേക്ക് ഇവന്മാർക്ക് വികാരം ഇളകത്തില്ലേ? അപ്പൊ ഇതിനെ ഒന്നും എതിർക്കാൻ നമ്മുടെ നാട്ടിൽ ആളില്ല. സ്വന്തം ജീവന് ഭയമാണ് വരുന്ന ഒന്നും അവര് ചെയ്യത്തില്ല. സ്വന്തം കുടുംബത്തിന് ഭീഷണിയാകുന്നതൊന്നും അവര് ചെയ്യില്ല. ഇപ്പോ നിങ്ങൾ തന്നെ പറയുന്ന ഒരു ജാമിദായെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളെന്ന്. ഒരു ജാമിദ ടീച്ചർ മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ വസ്തുത അറിയാം. ഭയമാണ്, ഭയം. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? ട്രോളി ഇവര് വിളിക്കുന്നത് ആ സമാധാനം എന്ന്. ഭയം. ആളുകളിൽ ഭയം ജനിപ്പിക്കുക, ഇസ്ലാമിനെ വിമർശിക്കാൻ, ഇസ്ലാമിൽ നടക്കുന്ന മാനവരാഹിത്യങ്ങളെ സംബന്ധിച്ച് തുറന്നു പറയാൻ ആളുകൾക്ക് ഭയമാണ്. ഇവർ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, പിന്നെ കുടുംബത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കും, സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കും. പിന്നീട് ഇവിടെ ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. മക്കളെ പഠിപ്പിക്കണ്ടേ, മക്കളെ കെട്ടിച്ചയക്കണ്ടേ, ആൺമക്കൾക്ക് പെണ്ണ് കെട്ടണ്ടേ? ഇവിടെ ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ തരികിട പണിയിപ്പിക്കും, എന്തെങ്കിലും ഒരു താൽക്കാലിക തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും ഇവർ തുരങ്കം വയ്ക്കും. അപ്പോ എന്നെ പോലെ സാമ്പത്തിക അടിത്തറ ഇല്ലാത്ത ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയാൽ വലിയ രൂപത്തിൽ അകപ്പെട്ടു പോകും. ചില മുസ്ലിങ്ങൾക്കിടയിൽ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്താലും അവരെ പരസ്യമായിട്ട് വിമർശിക്കേണ്ട, അത് മതത്തിന് ദോഷം ചെയ്യും, തന്നെയുമല്ല അത് സംഖ്യകൾക്കൊരു വിളക്കൂറുള്ള മണ്ണായി മാറുകയും ചെയ്യുമെന്ന് പറയുന്ന ആളുകളുണ്ട്. അവര് ഈ തീവ്രവാദത്തെ നേരിട്ട് പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ പോലും ഇവരെ തള്ളി പറയാത്തിടത്തോളം കാലം അത് തന്നെയാണ് പിന്തുണ. ഇവർക്ക് നേരിട്ട് പറയാൻ ഭയമാണ്. അത് തെറ്റായിട്ടുള്ള ഒരു ദിശാബോധമാണ് സമുദായത്തിന് നൽകുന്നത്. അവർക്ക് പറ്റില്ല. കാരണം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾ മുഴുവനും സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഒരാളുടെ ന്യൂനത അടുത്ത ആള് പറയാൻ പാടില്ല. ഖുർആനില് ഇന്ന മന്നാസ് ഇഖ്വ, മനുഷ്യർ മുഴുവനും സഹോദരങ്ങളാണ്, അവരങ്ങനെ സ്നേഹിച്ച് വർത്തിക്കേണ്ടവരാണ് എന്ന് ഒരൊറ്റ വചനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ മുന്നിൽ നിന്ന് പറഞ്ഞേനെ ഈ ഗ്രന്ഥം മാനവരാശിക്ക് മാർഗദർശനമാണെന്ന് പറയുമായിരുന്നു. ഭീഷണിയാണെന്ന് പറയാൻ കാരണം മുസ്ലിങ്ങളും മാത്രം സഹോദരങ്ങളാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നൊരു ചിന്താഗതി തീവ്രവാദ ഗ്രൂപ്പുകൾ വച്ചു പുലർത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവര് കാരണം അവിടെയുള്ള ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെയാണ് ബുദ്ധിമുട്ടുന്നത്. എന്നെ പോലെ മതം വിട്ട ആളുകളും ശരിക്കും അനുഭവിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ മതത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് SDPIയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ പോരാടുന്നത് എന്ന് പറയുന്ന ജുമുഅ കുത്തുബകളിൽ എഴുന്നേറ്റ് നിന്ന് മുസ്ലിം സമുദായത്തെ ഉപദേശിക്കുന്ന ഉസ്താദുമാരെ വരെ നമ്മൾ കണ്ടില്ലേ. അപ്പൊ അവരൊക്കെ തീവ്രവാദത്തെ ശരിയാണെന്ന് അംഗീകരിച്ച് ആയത്തുള്ള അലി ഖൊമേനിയെ ഇറാൻ ജനത തള്ളിക്കളഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താ ചെയ്തത്? ആയത്തുള്ള അലി ഖൊമേനിയെ ഷഹീദാക്കാൻ വേണ്ടിയിട്ട് നടന്നു. അയാളൊരു മുസ്ലിം അല്ലേ എന്ന് അലിയാർ കാസിമി ചോദിച്ചത്. അപ്പൊ തീവ്രവാദം പടരുമ്പോൾ അതിനെ ശക്തമായ രൂപത്തിൽ ആത്മപരിശോധന നടത്തി മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ നല്ല രൂപത്തിൽ ഒരു വിമർശനം വളർന്നു വരണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. മൗനം സമ്മതമാണ് എന്ന് കരുതുന്ന ഒരു ലോകത്ത് തീവ്രവാദത്തെ തള്ളിപ്പറയാൻ, ഭീകരതയോട് സന്ധിയില്ലാതെ സമരം ചെയ്യാൻ മുസ്ലിം സമുദായത്തെ ബോധവൽക്കരണം നടത്തുക എന്നതാണ് എൻ്റെ ബാധ്യത. തീവ്രവാദികൾ ഉപയോഗിക്കുന്നത് ഒരേ മതഗ്രന്ഥവും ഒരേ മുദ്രാവാക്യവും ഒരേ ലക്ഷ്യവുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ തിരുത്താനുള്ള പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം മുസ്ലിം സമുദായത്തിന് തന്നെയാണ്. എതിർപ്പുകൾ വലിയ രൂപത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് തീവ്രവാദത്തിന്റെ വേരറുക്കാനുള്ള ശ്രമങ്ങളല്ല. അതായത് ഈ മൗനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് അവരോട് പിന്തുണയ്ക്കുന്നു, അവരുടെ തീവ്രവാദത്തെ അംഗീകരിക്കുന്നു എന്ന് വിളിച്ചു പറയലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ.